ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബീട്രൂട്ട് കൊണ്ട് നമ്മുടെ കവിളിലും അതുപോലെ തന്നെ ലിപ്പിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സെറമാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം കുറച്ച് ബീട്രൂട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അരിഞ്ഞെടുത്തത് ഞാൻ മിക്സിയിലേക്ക് ഇങ്ങനെ ഇടുവാണ് കേട്ടോ. ഒരു കയ്യിൽ ഫോണാണ്, അതുകൊണ്ടാണ് കറക്റ്റ് മിക്സിയിലേക്ക് വീഴാത്തത്. അപ്പോൾ നിങ്ങളിടുമ്പോൾ നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞ് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അല്പം വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. വെള്ളം കൂടെ ഒഴിച്ചാലേ നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്ത് വന്നു. ഇത് ഇനി ഒരു അരിപ്പയിൽ ഇങ്ങനെ ഇട്ട് അരിച്ച് നമ്മളതിൻ്റെ ജ്യൂസ് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യാം. റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അപ്പം നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്നാ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളിത് ചൂടാക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഗ്യാസ് വെച്ച് നന്നായിട്ട് ചൂടാക്കുകയാണ്. ഇതിലെ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം ഒന്ന് മാറി ആ ജ്യൂസ് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇച്ചിരി പറ്റിച്ചെടുക്കാം. അപ്പോഴത്തേനും നമുക്ക് ആ കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇച്ചിരി ഒരു വെള്ളം എല്ലാം കൂടെ കൂടിയുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് ഇങ്ങനെ മാറ്റുവാണ്. ഇപ്പം നോക്കിയാൽ രണ്ടും തമ്മിലൊരു കളർ വ്യത്യാസം ഉണ്ടല്ലേ. ഇത് ഇച്ചിരി കൂടെ ഡാർക്കായിട്ടുള്ളൊരു കളറാണ്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെ അതെടുത്ത് ഉപയോഗിക്കാം. ഇപ്പം എനിക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മേടിച്ചാണ് കേട്ടോ ഉപയോഗിക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം ഇത് വിട്ട് കിടക്കുകയെ ഇത് പെട്ടെന്ന് മിക്സ് ആകത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, എന്നാലേ അത് നന്നായിട്ട് മിക്സ് ആയിട്ട് വരത്തുള്ളൂ. ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ ഫേസിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ലോഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇത് ഞാൻ ലവ് നേച്ചറിൻ്റെ ഒരു ഫേസ് ലോഷനാണ്, ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കണേ കേട്ടോ. അപ്പം ഭയങ്കരമായിട്ട് ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ അലോവേറ ജെല്ല് കൂടുതൽ എടുക്കുക, മോയ്സ്ചറൈസിങ് ക്രീം കുറച്ചെടുക്കുക, അങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ട വിട്ടാണ് കിടക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്താലേ നമുക്ക് കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് ഓവറായിട്ട് തോന്നത്തില്ലല്ലേ. നമ്മൾ ബീട്രൂട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പം ഭയങ്കര ഒരു കളറാണ്. പക്ഷേ എങ്കിൽ ഇതിപ്പം നമ്മുടെ അലോവേറ ജെല്ലും അതുപോലെ മോയ്സ്ചറൈസിങ് ലോഷനും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തപ്പോൾ നമുക്കങ്ങനെ ഓവറായിട്ടൊന്നും വരുന്നേ ഇല്ല. ഇനി നിങ്ങളിതൊരു കണ്ടെയ്നറിലേക്കോ ബോട്ടിലിലേക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റുക കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ എൻ്റെ ഒരു വിറ്റാമിൻ സിയുടെ ഒരു ബോട്ടിലായിരുന്നു. അപ്പോൾ അത് തീർന്നപ്പോൾ ഞാൻ ആ ബോട്ടിലെടുത്തു. അപ്പോൾ അതിലേക്ക് ഞാൻ ഇങ്ങനെ ഡ്രോപ്പായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിലേ നമുക്ക് കുറച്ച് മതിയില്ല, കുറച്ചുണ്ടെങ്കിൽ തന്നെ ഭയങ്കര കളറാവും. അതുകൊണ്ട് ഇതിങ്ങനെ ഡ്രോപ്പായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളിടത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓവർ ആകത്തില്ലല്ലോ. അപ്പോൾ ഇത് ഒരു 1.5 ആഴ്ച നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ ആൻറ്റി ഏജിങ്, അങ്ങനെ പിമ്പിൾസ് വന്ന മാർക്ക്, അങ്ങനെ ആക്നി സ്കാർസ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് കിടക്കുവാണെങ്കിൽ നല്ലതാണ്. മാത്രമല്ല നിങ്ങൾക്ക് മേക്കപ്പിൻ്റെ കൂടെയും, അതായത് ഒരു ചെറിയൊരു ഗ്ലോ കിട്ടാനായിട്ട്, അങ്ങനെ അത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് മേക്കപ്പിൻ്റെ കൂടെയും ഇത് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ആൻറ്റി ഏജിങ്, അങ്ങനെ ആക്നി സ്കാർസ് അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നൈറ്റ് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി ഞാൻ എൻ്റെ ലിപ്പിലും അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ലിപ്പിന് നമുക്കറിയാലോ, സാധാരണ നമ്മൾ ബീട്രൂട്ട് വെച്ചാണെങ്കിലും ലിപ് ബാമൊക്കെ ഉപയോഗിക്കണില്ല, അതിന് പകരം ഇത് ഉപയോഗിക്കാം കേട്ടോ. നല്ലൊരു ഗ്ലോ കിട്ടും. അതുപോലെ തന്നെ നൈറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നൈറ്റ് ഇത് അപ്ലൈ ചെയ്തിട്ടും കിടക്കാം. കാരണം നമ്മൾ ആ മോയ്സ്ചറൈസിങ് ക്രീമും അലോവേറ ജെല്ലും എല്ലാം ആഡ് ചെയ്തിട്ടുള്ളതല്ലേ. ഇത് എസ്പെഷ്യലി നൈറ്റ് എന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ ലിപ്സ്റ്റിക്കിന് പകരം അല്ലെങ്കിൽ ലിപ് ബാമിന് പകരമൊക്കെ ഇത് നമ്മുടെ ലിപ്പിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ തന്നെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.